എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ചിക്കൻ്റെ ഒരു സിമ്പിൾ ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത്. ചിക്കൻ വിത്ത് മഷ്റൂം. ചിക്കൻ വിത്ത് ക്രീമി മഷ്റൂം. യെസ്, അതിന് ആദ്യം തന്നെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തിരിക്കുന്നത്. ചിക്കനെ ബ്രസ്റ്റ് പീസ് നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്യുന്നു, ലൈൻ ഇടുന്നു. അതിന് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ മാരിനേഷൻ. ഇപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ബ്രസ്റ്റ് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഫൈബറിനെ കട്ട് ചെയ്തിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ ലൈൻ ഇടുന്നത്. അതും പറഞ്ഞില്ല, ഇതൊരു സ്പെഷ്യൽ നൈഫാണ്. നമ്മുടെ ബ്രദർ നമുക്ക് ഗിഫ്റ്റ് വന്നിരിക്കുന്നതാണ്. നല്ല ഗംഭീര സാധനമാണ്. അപ്പോൾ യെസ്, വളരെ പതുക്കെ കട്ട് ചെയ്യണം, അല്ലെങ്കിൽ ചിക്കൻ എന്ത് ചെയ്യും, രണ്ട് കഷ്ണമായിട്ട് മുറിഞ്ഞു പോകും. യെസ്, വളരെ സിമ്പിളായിട്ട് ഒരു 6-7 ലൈൻ ഇട്ടു. യെസ്. പിന്നെ നമ്മൾ ഇതിന് മസാല ഉണ്ടാക്കാം, പിന്നെ മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൻ്റെ മസാല ഇടാം. ഇതെന്തിനാ കട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കുക്കാനും വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൻ്റെ സ്പൈസസും മസാലയൊക്കെ ഉള്ളിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലൈന് വരഞ്ഞത്. ചിലർ ചിക്കൻ ബ്രസ്റ്റ് കഴിക്കുമ്പോൾ വളരെ റബ്ബറി ആണെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ആ റബ്ബറി ഫീൽ മാറാനുമാണ് നമ്മൾ ആ ഫൈബറിനെ നമ്മൾ ക്രോസ് ആയിട്ട് കട്ട് ചെയ്തത്. അപ്പോൾ നമുക്കതിൻ്റെ മാരിനേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ചില്ലി ഫ്ലേക്സ് ആണ് ഇത് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ചില്ലി ഫ്ലേക്സ്, കാരണം ചെറിയൊരു സ്പൈസിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചില്ലി ഫ്ലേക്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ വെളുത്തുള്ളി, ഗാർലിക് നന്നായിട്ട് ചോപ്പ് ചെയ്തത്. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ടു. പിന്നെ നമുക്ക് കുറച്ച് ബ്ലാക്ക് പെപ്പർ, പിന്നെ ഒറിഗാനോ ഒരു ഹെർബ്സ് ആണ്, ഡ്രൈ ഹെർബ്സ് ആണ്. കുറച്ച് ഒറിഗാനോ, പിന്നെ നമ്മുടെ ഫ്രഷ് മല്ലിയില. അപ്പോൾ മനസ്സിലായി കാണും ഏകദേശം ഒരു വെസ്റ്റേൺ ഇന്ത്യൻ ഫ്യൂഷനാണിത്. ആക്ച്വലി ഇതൊരു വെസ്റ്റേൺ ഡിഷാണ്, പക്ഷെ നമ്മൾ ചെയ്യുന്നത് നമ്മളേതായ ഒരു സ്റ്റൈല്, ഒരു കേരള ടച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ഡിഷ് ചെയ്യുന്നത്. ഇനി കുറച്ച് ഓയിലും കൂടി ഒഴിക്കാം. യെസ്, ഞാനതിനെ കുറച്ച് മസാലയെ പിടിപ്പിക്കാം. യെസ്, കുറച്ചുകൂടെ ഓയിൽ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ. ഇനി നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാനുള്ള കാരണം അതിൽ മസാല നന്നായിട്ട് പിടിക്കും. പിന്നെ ചിക്കൻ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. കാണാനും നല്ല രസമുണ്ട്. ആ ഒരു റെഡും ഗ്രീനൊക്കെ വന്നിട്ട് അതിനേക്കാളും ഇത് ഒരുപാട് സ്പൈസി അല്ല. അപ്പോൾ ഏത് തരക്കാർക്കും അത് കഴിക്കാൻ പറ്റും. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഇത്. അപ്പോൾ ഇത് നമുക്ക് നേരെ ഫ്രിഡ്ജിലേക്ക് കൊണ്ടുപോകാം. ഒരു അരമണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോഴേക്കും അതിൻ്റെ മാരിനേഷൻ ശരിക്കും പിടിക്കും. ചില്ലറിൽ വയ്ക്കുമ്പോഴാണ് കൂടുതൽ പെട്ടെന്ന് തന്നെ അത് മസാല പിടിക്കുക. ഓൾറൈറ്റ്, നമ്മളുടെ ചിക്കൻ നമ്മൾ ഏകദേശം അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ മാരിനേഷനൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിനെ കുക്ക് ചെയ്യാന്നുള്ള പരിപാടിയാണ്. നമ്മൾ അടുത്തതായിട്ട് ഒരു പാനിൽ ബട്ടർ ഒഴിച്ചിട്ട്, ബട്ടർ അല്ലെങ്കിൽ നമുക്ക് ഓയിൽ യൂസ് ചെയ്യാം. കുറച്ചുകൂടി ഹെൽത്തി ആണെങ്കിൽ ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം. പക്ഷേ സിമ്മർ, അതായത് വളരെ സ്ലോയിൽ കുക്ക് ചെയ്യണം. നമ്മുടെ ക്രീമി ചിക്കനാണ്, അപ്പോൾ ക്രീം ക്രിയേറ്റ് ചെയ്യാൻ എപ്പോഴും ബട്ടറാണ് നോർമൽ കുക്കിങ്ങിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബട്ടർ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചിക്കൻ ഇടാൻ പോകുന്നത്. ലൈനൊക്കെ ശരിക്കും കറക്റ്റായിട്ട് കിട്ടി. ആ ബട്ടർ ഇടുമ്പോൾ ശ്രദ്ധിക്കണം, ടെമ്പറേച്ചർ ഒരുപാട് ടെമ്പറേച്ചറിൽ ബട്ടർ ഇട്ട് കഴിഞ്ഞാൽ ബട്ടർ കരിയും, പിന്നെ ടേസ്റ്റ് ആക്കി മാറും. അപ്പോൾ ഇത് നമ്മൾ ബട്ടർ ചെറിയ ഹീറ്റിൽ ഇട്ടു അതിന് കുക്ക് ചെയ്യാനായിട്ട് എടുക്കുക. ഇനി നമുക്ക് വളരെ സ്ലോ ആയിട്ട് ചിക്കൻ കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് വേണ്ട സോസ്, അതായത് നേരത്തെ പറഞ്ഞ ക്രീമി സോസ്. അതെ, ഈ പാനിൽ തന്നെ അതിൻ്റെ ആ ജ്യൂസ് ഒക്കെ കുറച്ച് ബാക്കിയുണ്ടാവും. അതിൽ തന്നെ ക്രീമി സോസ് നമുക്ക് റെഡിയാക്കാൻ സാധിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചിക്കൻ്റെ അതുപോലെ ബീഫെല്ലാം ആദ്യം അതിനെ സീൽ ചെയ്യാന്ന് പറയും. ഇങ്ങനെ രണ്ട് സൈഡും ആ പുറത്തെ സർഫസിനെ കുക്ക് ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക് അതിൻ്റെ കവറിങ് ലോക്കായി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ജ്യൂസുകളൊന്നും പുറത്തേക്ക് അധികം പോകില്ല. അപ്പോൾ നല്ല ജ്യൂസി ചിക്കൻ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇത് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മളുടെ ബട്ടറിൽ ചിക്കൻ മുരിയുന്ന സ്മെല്ല് നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സീലിംഗ് എന്ന് പറഞ്ഞില്ലേ, ഇങ്ങനെ സീലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ ജ്യൂസ് കണ്ട വീർത്ത് വന്നേക്കുന്നുണ്ട്. ഇതാണ് കുക്കിംഗ്. ചിക്കൻ അതുപോലെ ബീഫ് സ്റ്റേക്സ് ഒക്കെ കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. നല്ല ആരോമയുണ്ട്. ഇപ്പോൾ മല്ലിയിലയുടെ ഉണ്ട്, ചില്ലി ഫ്ലേക്സിൻ്റെ ചില്ലിയുടെ സ്മെല്ല് വരുന്നുണ്ട്. ബട്ടറിൽ ചിക്കൻ മൊരിയുമ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഏകദേശം ഒരു 10 to 12 minutes ആണ് വേണ്ടത്. നല്ല ഗോൾഡൻ കളർ, നല്ല ജ്യൂസി. ഇതാണ് നമ്മുടെ ചിക്കൻ.
ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സൽമണല്ല എന്നുള്ള ബാക്ടീരിയ ഉണ്ടാവും. അപ്പോൾ ഭയങ്കര ഡേഞ്ചറാണ് അത്. ഫുഡ് പോയിസണൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സംഭവമാണത്. അപ്പം നന്നായിട്ട് ചിക്കൻ കുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഗ്രിൽ ചിക്കനൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നന്നായിട്ട് പ്രോപ്പറായിട്ട് കുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അത് പണി കിട്ടുന്ന പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ റെഡിയായി ഓൾമോസ്റ്റ് ഫുൾ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കുക്കിംഗ് നമ്മുടെ സോസിലും കൂടി വരും. അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ സോസ് ഉണ്ടാക്കാം. മഷ്റൂം ക്രീം സോസ് ഉണ്ടാക്കാം. അതിലേക്ക് ഈ ചിക്കൻ മിക്സ് ചെയ്യാം. ഈ ചിക്കൻ കുക്ക് ചെയ്ത അതിന്റെ ജ്യൂസും ആ ബട്ടറിന്റെ ഫ്ലേവറൊക്കെ അതിലുണ്ട്. അതിൽ തന്നെയാണ് നമ്മൾ സോസും ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ നാച്ചുറൽ ജ്യൂസിന്റെ ഫ്ലേവറൊക്കെ ഒട്ടും തന്നെ പോവുകയില്ല. ആദ്യം ബട്ടർ ഇടുകയാണ്. ആ പാത്രം തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിലേക്ക് നമുക്ക് കുറച്ച് ഓണിയൻ ആഡ് ചെയ്യാം. കുറച്ച് ഗാർലിക് നമുക്ക് ആഡ് ചെയ്യണം. ഒന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ച മഷ്റൂം കൂടെ ആഡ് ചെയ്യാം. മഷ്റൂം എപ്പോഴും ഫ്രഷ് മഷ്റൂമാണ് നല്ല അതിൻ്റെ ഗുണങ്ങളെല്ലാം കിട്ടുക. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു ഐറ്റമാണ് മഷ്റൂംസ്. ഇത് ഏകദേശം ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂം ഇടാം. മഷ്റൂമിന് കുക്കിംഗ് ടൈം കുറവാണ്, അതാണ് വലുതായിട്ട് കട്ട് ചെയ്തത്. അപ്പോൾ ചിക്കൻ്റെ ഒപ്പം കുക്ക് ആകുമ്പോഴേക്കും അത് കറക്റ്റ് കുക്കിങ്ങിലേക്ക് കിട്ടും. അതാണ് വലിയ സൈസായിട്ട് സ്ലൈസ് ചെയ്യാം. പിസയ്ക്കൊക്കെ ചെയ്യുമ്പോൾ വളരെ സ്ലൈസ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇത് കുറച്ച് നേരം കൂടുതൽ കുക്കിംഗ് ടൈം വരുന്നത് കൊണ്ടാണ് വലിയ പീസാക്കിയിട്ട് വെച്ചിരിക്കുന്നത്. യെസ്. അപ്പം ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞു നമ്മൾ ഓണിയന്. നമുക്ക് അതിലേക്ക് നമുക്ക് കുറച്ച് മൈദ ആഡ് ചെയ്യാം. വളരെ കുറച്ച് മതി മൈദ. ഈ മൈദയും വാട്ടറും ക്രീമും കൂടി വരുമ്പോഴാണ് നമ്മൾ ആ ഗ്രേവി കറക്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ മൈദ ജസ്റ്റ് ഒന്ന് നമ്മൾ സോട്ട് ചെയ്ത് അപ്പോൾ അതിൻ്റെ റോ ടേസ്റ്റ് എന്താ പറയുക മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. യെസ്. ഓക്കെ, നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. മഷ്റൂം ഒന്നുകൂടി വേവുന്നു. ഇൻഗ്രീഡിയൻസിൻ്റെ ഫ്ലേവറൊക്കെ ആ ജ്യൂസിലേക്ക് വരുന്നു. മൈദ ഇട്ടതിന് വേറൊരു കാരണം കൂടെ ഉണ്ട്. നമ്മൾ സോസ് എന്തൊരു കുറച്ചുകൂടി റിച്ച് ആവും, കുറച്ചുകൂടി തിക്നെസ്സും കിട്ടും നമുക്ക്. സോസ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതിലേക്ക് നമുക്ക് ക്രീം ആഡ് ചെയ്യാം. ഫ്രഷ് ക്രീം നമുക്കൊരു ഒരു 4 സ്പൂണ് ക്രീമാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്യാം. കാരണം ചിക്കനിൽ നമ്മൾ നേരത്തെ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പം അവസാനം നമ്മൾ നോക്കിയിട്ട് നമ്മൾ ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്യാം. ഇതൊന്ന് കുക്കായതിനു ശേഷം നമുക്ക് ആ ചിക്കൻ ഇതിലേക്ക് ഇടാം. നമ്മൾ ചിക്കൻ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഇതിലിട്ടിട്ട് വളരെ സിമ്പിൾ അല്ലേ? എന്ത് സിമ്പിളായിട്ടാണ് നമ്മൾ ഒരു ചിക്കൻ്റെ ഹെൽത്തി അല്ലെങ്കിൽ റിച്ച് അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിമ്പിൾ ഡിഷ് നമ്മൾ റെഡിയാക്കിയത്. ആദ്യം ചിക്കനെ മാരിനേറ്റ് ചെയ്തു. അതിനുശേഷം അത് കുറച്ച് നേരം മാരിനേഷൻ പിടിപ്പിക്കാം. നമുക്ക് 1 ഡേ ഒക്കെ നമുക്ക് ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ കൂടുതൽ അതിൻ്റെ മാരിനേഷൻ ഉള്ളിലേക്ക് പിടിക്കും. ഇതിപ്പോൾ മിനിമം ഹാഫ് ആൻ അവർ വെച്ചാലാണ് ആ ചിക്കനെ നമുക്ക് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുക. അതെല്ലാം ചെയ്തു, മാരിനേറ്റ് ചെയ്തു. ദെൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒരു 10 ഐറ്റംസ്, മാക്സിമം 10 ഐറ്റംസേ ഉള്ളൂ നമ്മുടെ ഈ ഡിഷിന്. ഇനി അവസാനം നമ്മൾ ഇത് ഫിനിഷ് ചെയ്യുന്നത് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രഷ് കൊറിയാണ്ടർ ഉണ്ട്, മല്ലിയില പിന്നെ കുറച്ച് ഒറിഗാനോ അതുകൂടെ മേലെ വിട്ടുകൊണ്ട് നമ്മളിത് ഫിനിഷ് ചെയ്യും. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് നമുക്ക് ഇത് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ക്രീമി ചിക്കൻ വിത്ത് മഷ്റൂം ഓൾമോസ്റ്റ് ഡൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. ഇതൊക്കെ നേരത്തെ നമ്മൾ ഇടുന്നതിന് മുമ്പ് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. കാരണം ആളാണ് അതെല്ലാം ഉണ്ടാക്കിയതല്ലോ ഇട്ടത്. ടേസ്റ്റ് ചെയ്ത് അതൊന്നും കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഉറപ്പാണ് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. ഞാൻ നോക്കട്ടെ. തീർച്ചയായും എങ്ങനെയുണ്ട്? മോശമാവാറില്ലല്ലോ, ഇതുവാണ് നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഫിനിഷ് ചെയ്യാം. പ്ലേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് 2-3 സാധനങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യാനുണ്ട്. നേരത്തെ കട്ട് ചെയ്ത കൊറിയാണ്ടർ കുറച്ചുകൂടെ കളർഫുൾ ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇതൊരു ഫ്യൂഷൻ ഡിഷാണ്. നമ്മളുടെ ഇന്ത്യൻ ഫ്ലേവറിലേക്ക് നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ഒറിഗാനോ വെസ്റ്റേൺ, മല്ലിയില നമ്മളുടെ ഇന്ത്യൻ, ദെൻ ചില്ലി ഫ്ലേക്സ് കേരള സ്പെഷ്യൽ. ചില്ലി ഫ്ലേക്സ് നമ്മൾ കുട്ടികൾക്ക് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല. ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ്. ഇനി നമുക്ക് പ്ലേറ്റിംഗിലേക്ക് പോവാം. യെസ്, യുവർ പ്ലേറ്റ് ഈസ് റെഡി. യെസ്. നമ്മൾ ആദ്യമായിട്ട് ഒരു കാര്യം ചെയ്യും, കുറച്ച് മോഡേൺ ആയിട്ട് തന്നെ പ്ലേറ്റ് ചെയ്യാം. എങ്ങനെ ഉണ്ടാവും? ഇത് ക്യാപ്സിക്കം ആണ്, ബെൽ പെപ്പറിന്റെ റെഡ് ക്യാപ്സിക്കം, ഗാർലിക്, സോൾട്ട്, സീസണിംഗ് ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് അതിനെ നമ്മൾ മിക്സിയിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് സ്ട്രെയിൻ ചെയ്തെടുത്തു. അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ കിട്ടി. നമ്മൾ ഇതിലേക്ക് നമ്മൾ ചിക്കൻ സിമ്പിളായിട്ട് വെക്കാൻ പോകണം. പിന്നെ നേരത്തെ നമ്മൾ ഇതിനകത്ത് കുക്ക് ചെയ്ത കുറച്ച് മഷ്റൂമുകൾ, കുറച്ചുകൂടി നല്ല സ്പൂണാണെന്ന് തോന്നുന്നു. നല്ല വൈറ്റ് റൈസ്, ബസുമതി റൈസോ അല്ലെങ്കിൽ വൈറ്റ് റൈസോ ബോയിൽ ചെയ്യുക. ഇതിൻ്റെ ഒപ്പം മിക്സ് ചെയ്ത് കഴിക്കാനൊക്കെ ആയിട്ട് നല്ല യമ്മി ആയിരിക്കും. അപ്പം നമ്മുടെ അടിപൊളി സൂപ്പർ ക്രീമി ചിക്കൻ മഷ്റൂം റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ പ്ലേറ്റിംഗ് ചെയ്തിട്ടുള്ളത്.
പക്ഷേ എല്ലാവരും ട്രൈ ചെയ്യുക.